ഹലോ എവ്രിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതി. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് മോഡേണിസം തിയറിയെ പറ്റിയിട്ടാണ്. എത്ര പേർക്കറിയാം ഈ ഒരു തിയറിയെ പറ്റിയിട്ട്? അതുപോലെ എന്താണ് ഈ തിയറി? ആർക്കെങ്കിലും ഫേവറേറ്റ് ആണോ ഈ തിയറി? അതുപോലെ ഈ തിയറി ബേസ് ചെയ്തിട്ടുള്ള വർക്ക്സോ ഫിലിംസോ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയോ? അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വർക്ക്സ് ഈ തിയറി ബേസ് ചെയ്തിട്ടാണോ ചെയ്തിട്ടുള്ളത്? അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? എന്നാലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്പെട്ട ഒരു ഏരിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു തിയറി അപ്ലൈ ചെയ്ത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒട്ടും നമ്മൾ ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ കണ്ടാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അതുപോലെ നമ്മൾ വൈവയ്ക്ക് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയായിരിക്കും, ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്യണം, അതുപോലെ കുറേ കുട്ടി ടിപ്സും നമ്മൾ ഈ ഒരു വീഡിയോയുടെ എൻഡിലായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ എന്തായാലും കാണും. എന്നാലേ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവുകയും നിങ്ങൾക്ക് നല്ലൊരു പ്രൊജക്റ്റ് സ്കോർ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ഞാൻ ഒട്ടും വീഡിയോ ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. വെൽക്കം ടു അവർ ചാനൽ ലേൺ ഇംഗ്ലീഷ് വിത്ത് സ്വാതി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന തിയറിയെ പറ്റിയിട്ടാണ്. അതിൽ ഏതൊക്കെ വർക്ക്സ് ആണുള്ളത്, ഏതൊക്കെ മലയാളം ഫിലിംസ് ആണുള്ളത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിയറി ആണോ ഇത്, അതേപോലെ ഇതിൽ നിന്ന് ചോദിക്കുന്ന മാക്സിമം വൈവ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലോട്ട് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് തൊട്ടിട്ട് എൻഡ് വരെയുള്ളത് നിങ്ങൾ കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വർക്കോ ഫിലിമോ അല്ലെങ്കിൽ തിയറിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് പറയണം. അതുപോലെ ഇതിൽ ഉൾപ്പെടുത്താത്ത ഏതെങ്കിലും വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വേറെ ഏതെങ്കിലും വർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഡൗട്ട്സും നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാം. അതുപോലെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, പല പ്രൊജക്റ്റ് ടൈപ്പ് വീഡിയോസും അതേപോലെ പ്രൊജക്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ നിങ്ങളത് സിനോപ്സിസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിനോപ്സിസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, വൈവ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ പ്രൊജക്റ്റ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ പറ്റും. ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക ടോപ്പിക്സും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈസി വേ ഓഫ് റൈറ്റിംഗ് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. കുറേ കുട്ടി ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത്